ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ആർട്സ് എഡ്യൂക്കേഷൻ ബുക്ക് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആദ്യമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന പുസ്തകം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിനെ കുറിച്ചാണ്. 76 പേജുകൾ മാത്രമുള്ള നീണ്ട ചെറുകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി. മലയാളത്തിൻ്റെ സ്വന്തം പ്രിയപ്പെട്ട നോവൽ എന്ന് തന്നെ ബാല്യകാല സഖിയെ നമുക്ക് വിശേഷിപ്പിക്കാം. കഥാനായകനായ മജീദും നായിക സുഹറയും കണ്ടുമുട്ടുന്നത് അവർക്കൊരു 7-9 വയസ്സുള്ളപ്പോൾ ആണ്. ബാല്യകാലം മുതൽ അവർ സുഹൃത്തുക്കളായിരുന്നു. എങ്കിലും പിന്നെ അവർ ബദ്ധശത്രുക്കൾ ആവുകയാണ് ചെയ്തത്. ഇവരെ ശത്രുക്കളാക്കിയത് സുഹറയുടെ വീട്ടിനടുത്തുള്ള തൈമാവിലെ മൂത്ത മാമ്പഴങ്ങൾ ആയിരുന്നു. നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു മജീദിൻ്റെ ബാപ്പ. മജീദിൻ്റെ സ്വപ്നങ്ങളിൽ അവൻ സുൽത്താനാകുമ്പോൾ അവൻ്റെ പട്ടമഹർഷിയായി കണ്ടിരുന്നത് അവൻ്റെ ബാല്യകാല സഖിയായ സുഹറയെ തന്നെയായിരുന്നു. വയസ്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഒരേ ക്ലാസ്സിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. സുഹറ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. എന്നാൽ മജീദ് ഒരു മരമണ്ടനുമായിരുന്നു. കണക്കിലെ വലിയൊരു തത്വം കണ്ടുപിടിച്ചത് മജീദായിരുന്നു. എന്താണെന്നല്ലേ, ഒന്നും ഇമ്മിണി വലിയൊരൊന്ന് എന്നായിരുന്നു ആ തത്വം. സുഹറയുടെ അടുത്തായി സ്ഥാനം പിടിച്ചതോടെ മജീദ് ക്ലാസ്സിൽ ഒന്നാമനായി. സുഹറയുടെ കാതുകുത്ത് ചടങ്ങും മജീദിൻ്റെ മാർക്ക് കല്യാണം ഒരു ദിവസം വന്നെത്തി. പണക്കാരനായിരുന്നതിനാൽ മജീദിൻ്റെ ചടങ്ങിൽ ഒരുപാട് പേര് പങ്കെടുത്തു. ആ ചടങ്ങ് ഒരു മഹാസംഭവം തന്നെയായിരുന്നു. എന്നാൽ സുഹറയുടെ ചടങ്ങിൽ വളരെ വേണ്ടപ്പെട്ടവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അക്കൊല്ലം അവർ രണ്ടുപേരും ക്ലാസ്സിൽ വിജയിച്ചു. സുഹറയുടെ ബാപ്പയുടെ മരണം പട്ടണത്തിൽ പോയി പഠിക്കാനുള്ള സുഹറയുടെ ആഗ്രഹം പാടെ തകർത്തു. എന്നാൽ പട്ടണത്തിൽ പഠിക്കാൻ പോയ മജീദ് തൻ്റെ ബാപ്പയോട് സുഹറയും കൂടി പട്ടണത്തിൽ വിട്ട് പഠിപ്പിക്കണം എന്ന് അപേക്ഷിച്ചു. ആ അപേക്ഷ അദ്ദേഹം നിരസിച്ചു. പാടെ അവർ വളർന്നു. സുഹറ ഒരു യുവതിയും മജീദ് ഒരു പൊടിമേശക്കാരനുമായി മാറുകയും ചെയ്തു. മജീദും സുഹറയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ സ്വേച്ഛാധിപതിയായ ബാപ്പയും മജീദും തമ്മിലുള്ള ഒരു അസലിൽ മജീദിന് നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു. അവൻ്റെ പ്രിയപ്പെട്ട സുഹറയോട് പോലും പറയാതെ. നീണ്ട 10 വർഷങ്ങൾ. പണം സമ്പാദിക്കണം എന്ന മോഹമേ അവനില്ലായിരുന്നു. കാണുക, അറിയുക, ഇതായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഒടുവിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവൻ തീരുമാനിച്ചു. നാട്ടിൽ തിരിച്ചെത്തി സുഹറയെ വിവാഹം കഴിച്ച് ജീവിക്കണം എന്നായിരുന്നു. എന്നാൽ അവനെ കാത്തിരുന്നത് ചതിക്കുഴികളിൽപ്പെട്ട് എല്ലാം നഷ്ടമായ വൃദ്ധരായ മാതാപിതാക്കളെയും വിവാഹപ്രായമെത്തി നിൽക്കുന്ന സഹോദരിമാരുമായിരുന്നു. ഇതിനൊക്കെ ഉപരിയായി വിവാഹം കഴിഞ്ഞ സുഹറയും. രണ്ടാം വിവാഹക്കാരനായ ഒരാൾക്ക് മുന്നിൽ കഴുത്തി നീട്ടിക്കൊടുത്ത സുഹറയുടെ നരകതുല്യമായ സുഹറയുടെ ജീവിതം കണ്ട് വീണ്ടും അവൻ സുഹറയുമായി അടുത്തു. വീട്ടുകാരും അതിന് മൗനസമ്മതം നൽകി. തൻ്റെ പുറംനിറഞ്ഞു നിൽക്കുന്ന സഹോദരിമാരെ കെട്ടിച്ചയച്ച് പിന്നെ സുഹറയെ സ്വന്തമാക്കാൻ പണമുണ്ടാക്കാൻ അവൻ പിന്നെയും നാടുവിട്ടു. പിന്നെ ജീവിതം പച്ചപിടിച്ച് തുടങ്ങുന്നതിനായി ചെറുതായെങ്കിലും ഒരു ജോലി അവന് ലഭിച്ചു. പക്ഷേ വിധി അവിടെയും അവനെ തോൽപ്പിച്ചു, ഒരു ആക്സിഡൻറ്റിലൂടെ. ദിവസങ്ങൾക്ക് ശേഷം ഓർമ്മ വരുമ്പോൾ അവൻ കാണുന്നത് തൻ്റെ കാലിൻ്റെ പകുതി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു വിധി വിളയാട്ടം. കമ്പനി കൊടുത്ത നഷ്ടപരിഹാരം കൊണ്ട് അവൻ വീണ്ടും തെരുവിലേക്കിറങ്ങി. പക്ഷേ വീട്ടുകാരുടെ സുഹറയോട് അവൻ ആ ദുർവിധി പറഞ്ഞില്ല. അവസാനം അവന് ഹോട്ടലിലെ എച്ചിൽ പാത്രം കഴുകുന്ന ഒരു ജോലി ലഭിച്ചു. അവിടുത്തെ വരുമാനം കൊണ്ട് ജീവിതത്തിൽ പിടിച്ചു കയറുകയായിരുന്നു അവൻ. പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ നിന്നും ഒരു കത്ത് വന്നു. അവൻ്റെ എല്ലാമായ സുഹറ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. വീട് ജപ്തിയിലാണ്, എന്ത് ചെയ്യണമെന്നും അറിയില്ല. കുറേ നേരം പ്രപഞ്ചം ശൂന്യമായതുപോലെ അവന് തോന്നി. ശേഷം വീണ്ടും അവൻ പാത്രം കഴുകാൻ തുടങ്ങി. അന്ന് യാത്ര പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് സുഹറ എന്ത് അവനോട് പറയാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ബസ്സിൻ്റെ ഹോണടിയിൽ അവനത് കേൾക്കാൻ സാധിച്ചില്ല. എന്തായിരുന്നു സുഹറ എന്ന് പറയാൻ തുടങ്ങിയത്? അവിടെ ഈ നോവൽ അവസാനിക്കുന്നു.